ഞങ്ങളുടെ നാട് മാളയ്ക്കടുത്ത് താണിശ്ശേരി തെക്കൻ താണിശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങളുടെ വീട്. ഇതൊരു ഹോം ഗാർഡനാണ്. ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി കുറേ കാലമായി 28 വർഷമായി ഞങ്ങൾ വീട് വെച്ചിട്ട്. അന്ന് തൊട്ട് ശേഖരിക്കുന്ന ചെടികളാണിതെല്ലാം. ചെടികളോട് ഭയങ്കര പാഷനുള്ളതുകൊണ്ട് ഞങ്ങൾ കുറേ എവിടെ ചെടി ഉണ്ടെന്ന് പറഞ്ഞാലും അവിടെ ചെന്ന് ചെടികൾ കളക്ട് ചെയ്യാറുണ്ട്. പിന്നെ കാലത്ത് കുറേ നേരവും വൈകിട്ട് കുറേ ടൈം ഞങ്ങൾ ഇതിന് സ്പെൻഡ് ചെയ്യാറുണ്ട്. ചെടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പോസിറ്റീവ് എനർജിയാണെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. പിന്നെ എല്ലാവിധ ടെൻഷനും എല്ലാ ഇതും നോക്കി വരുമ്പോൾ അതെല്ലാം മറന്നു പോവും. പിന്നെ ചെടികളുടെ പൂക്കൾ പല വർണ്ണങ്ങളാണല്ലോ, അപ്പോൾ നമുക്കത് പോസിറ്റീവായിട്ട് എപ്പോഴും തോന്നാറുള്ളൂ. ഞാൻ എവിടെ പോയാലും ഇങ്ങോട്ട് ഓടിയെത്തും. എന്താ കാരണം എന്ന് വെച്ചാൽ എനിക്കിത് കണ്ടില്ലെങ്കിൽ എന്താ പറയുക, ഒരു വിഷമം പോലെയാണ്. ഞങ്ങൾക്ക് എറണാകുളത്താണ് ബിസിനസ്. എറണാകുളത്ത് അവിടെ വീടുണ്ട്, പക്ഷെ എനിക്ക് അവിടെ നിൽക്കാൻ ഇഷ്ടമില്ല. എന്താ കാരണം വെച്ചാൽ എനിക്ക് ഈ ചെടികളുടെ ലോകമാണ് ഏറ്റവും ഇഷ്ടം. അതുകൊണ്ടാണ് ഞങ്ങൾ രണ്ടുപേരും ഇങ്ങോട്ട് ഓടിയെത്തുന്നത്. ഏത് ട്രാവലിങ്ങിലും ഞാൻ കളക്ട് ചെയ്യുന്നത് ചെടികളായിരിക്കും. ഏത് ബർത്ത്ഡേ വന്നാലും വെഡിങ് ആനിവേഴ്സറി വന്നാലും ഞാൻ ചോദിക്കുന്നത് ചെടികളായിരിക്കും. അപ്പോൾ അതൊക്കെ എനിക്ക് വാങ്ങിച്ച് തരാറുണ്ട്. അപ്പോൾ എൻ്റെ പാർട്ട്ണറും നല്ല ഇതിനോട് ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഇത്രയും വൈഡായിട്ട് ഗാർഡൻ ചെയ്യാൻ പറ്റി. പിന്നെ എല്ലാവരും ഞാൻ പറയുന്ന ഒരു വീടായി കഴിഞ്ഞാൽ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ ഗാർഡൻ സെറ്റ് ചെയ്യണമെന്ന് ഞാൻ പറയുള്ളൂ. അത് നിങ്ങൾക്ക് എപ്പോഴും ഒരു പോസിറ്റീവ് മൈൻഡ് തരും. എനിക്ക് കുറേ ബൊഗൻവില്ലാസിൻ്റെ കളക്ഷൻ ഉണ്ട്. 100 പരം കളേഴ്സും ഇതുണ്ട്, വെറൈറ്റീസും ഉണ്ട് എൻ്റെ കയ്യിൽ. പിന്നെ ബോഗൻവില്ല കളക്ട് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ വേനൽക്കാലം ആയിക്കഴിഞ്ഞാൽ എല്ലാത്തിനും ഫ്ലവറുകൾ കുറവായിരിക്കും, പക്ഷെ ബോഗൻവില്ല നിറച്ച് പൂത്ത് നിൽക്കും. ഡിഫറെൻറ്റ് കളേഴ്സ്, അതിങ്ങനെ ഇടകലർത്തി വെക്കുമ്പോൾ ഒരു ഭംഗി തന്നെയാണത്. അത് ഇപ്പോൾ ആണെങ്കിൽ ഹൈബ്രിഡ് വെറൈറ്റി ഉണ്ട്, അപ്പോൾ കുറേ ഹൈറ്റിലേക്ക് പോകില്ല, നിറച്ച് പൂത്ത് നിൽക്കും. നമ്മളൊരു 6 മന്തെങ്കിലും ഈ ബോഗൻവില്ലയുടെ ഫ്ലവർ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും. എന്താ കാരണം എന്ന് വെച്ചാൽ അത് ഓരോന്നിനും ഓരോ കളേഴ്സും ഓരോ ലീഫുകളും ആ ലീഫിൽ വെറൈറ്റീസും ഇതൊക്കെ ധാരാളം ഉള്ളതുകൊണ്ട് നമുക്ക് ഇതിനോട് ഭയങ്കര പാഷൻ തോന്നും. എൻ്റെ കയ്യിൽ അധികവും ബൊഗൻവില്ലയും ഓർക്കിഡ്സും ആണ് ഉള്ളത്. അതിൽ ബോഗൻവില്ലേനെ സ്നേഹിക്കാൻ കാരണം ഇതാണ്. ഇത് കടലാസ് പൂക്കൾ എന്ന് പറയുന്ന ഈ വെറൈറ്റി ഒരു ഭയങ്കര വെറൈറ്റി തന്നെയാണ്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് എവിടേക്ക് തിരിഞ്ഞാലും ഇപ്പോൾ ഈ സമയത്ത് കുറേ ഫ്ലവേഴ്സ് കാണാൻ ബോഗൻവില്ല തന്നെ നല്ലത്. ഇത് ഓർക്കിഡ് വെറൈറ്റിയിലുള്ളതാണ്. എൻ്റെ കയ്യിൽ കുറേ ഓർക്കിഡ് കളക്ഷൻസ് ഉണ്ട്. ഇത് ഓർക്കിഡിൽ മൊക്കാറ എന്ന് പറയുന്ന വെറൈറ്റിയിലുള്ളതാണ്. മൊക്കാറ വെയിൽ വരുമ്പോൾ ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റിയാണിത്. അതുകൊണ്ടാണ് ഈ സമയത്ത് മൊക്കാറയിലധികം ഫ്ലവേഴ്സ് കാണുന്നത്. ഞാൻ ഇതിന് ഷെയ്ഡൊന്നും കിടക്കാതെയാണ് ഓർക്കിഡുകളും വളർത്തുന്നത്. പക്ഷേ ഓർക്കിഡിൻ്റെ ഫ്ലവേഴ്സ് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്, ലോങ് ലാസ്റ്റിംഗ് ആണ്. ഇത് കുറേ നാൾ നിൽക്കും ഇതിൻ്റെ ഫ്ലവേഴ്സ്. എന്താ കാരണം എന്ന് വെച്ചാൽ ഇതിന് ലാസ്റ്റിംഗ് കൂടുതലാണല്ലോ ഓർക്കിഡിന്. പിന്നെ ഇതിന് വെള്ളവും വളവും നമ്മൾ ആഴ്ചയിലെല്ലാം കൊടുക്കണം.
വെള്ളം എല്ലാ ദിവസവും വളം ആഴ്ചയിലെങ്കിലും കൊടുത്തിരിക്കണം. ഞാനതൊന്നും മാറ്റി വയ്ക്കാറില്ല. എല്ലാ ആഴ്ചയും ഞാനിതിന് വളം കൊടുക്കും. പിന്നെ ഇത് ഭയങ്കര ബ്യൂട്ടിഫുള്ളല്ലേ, നിങ്ങൾ കണ്ടാൽ ഇവിടെ ഓർക്കിഡ് കുറേ ബ്യൂട്ടിഫുള്ളാണ്. ബോംബെയിലെ പോലെ പെട്ടെന്ന് പൊഴിഞ്ഞു പോകില്ലല്ലോ, ഇത് ലാസ്റ്റ് ചെയ്യും. അതുകൊണ്ട് ഇതിനോടും ഭയങ്കര പാഷനാണ് എനിക്ക്. നേരം വെളുത്തു കഴിഞ്ഞാൽ ഞങ്ങളിവിടെ ഇരിക്കുമ്പോൾ കുറേ കിളികളുടെ ശബ്ദവും എന്നും ഉണ്ടാവും. ഈ പുല്ലിൽ 2 മൈനകൾ വരണത്, അവരോട് ഞാൻ സംസാരിക്കും. ഇവിടെ ഞാൻ ഇരിക്കും. അതുകൊണ്ടാണ് പുല്ലിൽ ഞങ്ങൾ ഇരിക്കാനുള്ള ഏരിയ സെറ്റ് ചെയ്തത്. ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജിയാണ്. കുറേ നിങ്ങളിപ്പോൾ വീഡിയോയിൽ കേൾക്കുന്നുണ്ടാവും, നിറച്ച് കിളികളാണ് ഇതിനകത്ത് വന്ന് അവരെപ്പോഴും ഇവിടെ പറന്ന് നടക്കും. പിന്നെ ചിത്രശലഭം ഉണ്ടാവും. കിളികളാണ് മെയിനായിട്ട് ഇവിടെ വന്ന് കാണുന്നത്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ കൊച്ചിക്ക് പോയാലും തിരിച്ചു വരണത്. ഇത് ഓർക്കിഡിൽ ഡെൻഡ്രോബിയം എന്ന് പറയുന്ന വെറൈറ്റിയാണ്. ഡെൻഡ്രോബിയത്തിൽ ഇപ്പോൾ ഫ്ലവറിങ് കുറവാണ് എനിക്ക്, എന്താ വെച്ചാൽ ചൂടിൻ്റെ ആയിരിക്കാം. അത് ഒന്നും കൂടി ജൂൺ മാസമൊക്കെ ആകുമ്പോഴേക്കും നിറച്ച് ഫ്ലവറായിരിക്കും ഇവിടെ. ഡെൻഡ്രോബിയത്തിലും ഇതേപോലെ തന്നെ ഡിഫറെൻറ്റ് കളേഴ്സാണ്, പിന്നെ ഇത് ലാസ്റ്റ് ചെയ്യുന്നതാണ്. ഡെൻഡ്രോബിയം ആയിരിക്കും ഓർക്കിഡ് സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ ഒരു ഓർക്കിഡ് പ്ലാന്റ് വളർത്താനായിട്ട്. ഇത് വളർത്താൻ ഈസിയാണ്. എന്താ പറയുക, അത്ര നമ്മൾ കുറേ കെയറിങ് കൊടുക്കേണ്ട പ്ലാന്റ് അല്ല ഡെൻഡ്രോബിയം. എന്നാലും വളം കൊടുക്കണം, അപ്പോൾ നിറച്ച് ഫ്ലവേഴ്സ് കിട്ടും. ഇത് ഞങ്ങളുടെ കാർ പോർച്ചാണ് വീടിനോട് അറ്റാച്ച് ചെയ്തത്. പക്ഷേ ഇതിനകത്തും നിറച്ച് ചെടികളാണ് കാർ പോർച്ച്. ഇതുകൊണ്ടാണ് സെപ്പറേറ്റ് പണിത്. ഇവിടെ ഡെൻഡ്രോബിയം ഓർക്കിഡ്സാണ് അധികവും ഞാൻ ഈ സൈഡ് വെച്ചേക്കുന്നത്. ഡെൻഡ്രോബിയം പൂത്ത് തുടങ്ങിയൊരു മനോഹരിത തന്നെയാണ്, ഭയങ്കര ഇതൊക്കെ മാർബിൾ ഓർക്കിഡാണ്. മാർബിൾ പോലെ തന്നെയാണ് ഇതിൻ്റെ ഇതളുകളിൽ വന്നേക്കുന്നത്. പിന്നെ മുകളിലാണെങ്കിൽ ഞാൻ ഫെലനോപ്സിസാണ് ഹാങ് ചെയ്തിട്ടേക്കണേ. ഫെലനോപ്സിസിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 മാസമല്ല അതിൽ കൂടുതൽ നിൽക്കുന്ന ഒരു പ്ലാന്റാണ് ഫെലനോപ്സിസിൻ്റെ പ്ലാന്റും ഫ്ലവറും അതിമനോഹരമാണ്. അത് എന്താ പറയുക, കുറേ വെറൈറ്റി ഫ്ലവേഴ്സ് ഇതിനുണ്ട്. ഫെലനോപ്സിസിൻ്റെ എല്ലാ ഫ്ലവേഴ്സും ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. പക്ഷേ ഇത് ഭയങ്കര കെയർ ചെയ്ത് വളർത്തേണ്ട ഒരു പ്ലാന്റാണ് ഫെലനോപ്സിസ്. ഇതെല്ലാം ഡെൻഡ്രോബിയം വെറൈറ്റിയിലുള്ള ഓർക്കിഡ്സാണ്. ഓർക്കിഡ്സും എനിക്ക് കുറേ വെറൈറ്റീസ് ഉണ്ട്. അത് ഞാൻ ചെയ്തേക്കുന്നത് ഇങ്ങനെ പോസ്റ്റിൽ കോൺ കൊടുത്ത് ചെയ്തേക്കണേ. അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ചാൽ, ഇത് കുറേ പ്ലാന്റ് നമുക്ക് ഒരുമിച്ച് ഒരു പോസ്റ്റിൽ വെക്കാം. ചട്ടിയിൽ വെക്കുമ്പോൾ ഒരേ പ്ലാന്റ് അല്ലേ നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെയാവുമ്പോൾ നമുക്ക് വളം കൊടുക്കാനും പ്ലാന്റുകൾ കൂടുതൽ കളക്ട് ചെയ്യാനും വെക്കാനും നമുക്ക് കുറച്ച് സ്പേസ് മതി. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഞാൻ വെച്ചത്. ഇത് ചെറിയ സീഡ്ലിംഗ് പ്ലാന്റുകളാണ് ഞാൻ വെച്ചിരുന്നത്. ഒരു 6 മന്തിനുള്ളിലാണ് ഇത്രയും വളർന്നത്. ഇത് ഫ്ലവറായി വരുമ്പോൾ കൂടുതൽ, ഇപ്പോൾ ഒരു 6 മന്ത് ആയിട്ടുള്ളൂ ഞാനിതിങ്ങനെ ചെയ്തിട്ട്. അതിക്ക് മുമ്പ് ചട്ടിയിലായിരുന്നു ഇവിടെ. അപ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഒരു ഐഡിയ തോന്നി. ഞങ്ങൾ 2 പേരും കൂടി ഇത് കളക്ട് ചെയ്ത് ചെടികൾ വാങ്ങിച്ച് ഇങ്ങനെ ചെയ്യാൻ തീരുമാനിച്ചത്. കാറ്റിലിയ ഫ്ലവേഴ്സ് കുറേ ടൈം ലാസ്റ്റ് ചെയ്യില്ല, എന്നാലും അത് ഭയങ്കര ഭംഗിയാണ് അതായിട്ട് അവരെ കാണാൻ. ഇവിടെ ഞാൻ ചെയ്തേക്കുന്നത് ചട്ടിയിൽ താഴെ വെച്ചിട്ടുണ്ട്. പോസ്റ്റേലാണെങ്കിൽ ചെറിയ പോട്ട് കൊടുത്തിട്ട് അതിനകത്താണ് എല്ലാ പ്ലാന്റും പ്ലാന്റ് ചെയ്തേക്കണേ. അത് അങ്ങേറ്റം വരെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഫ്ലവറായി വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. അത് ഞാൻ ഇമാജിനേഷനിൽ കാണുന്നു, ഇത് ഫ്ലവറാകുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. പിന്നെ ഡെൻഡ്രോബിയമാണ് ഇവിടെ എല്ലാം അത് ചെയ്ത് വെച്ചേക്കണേ. ഇതിൻ്റെ മുകളിൽ ഞാൻ ഫെലനോപ്സിസ് ഹാങ് ചെയ്തിട്ടിട്ടുണ്ട്. ഫെലനോപ്സിസ് എൻ്റെ കുറേ പോയതാണ് 2 വർഷം മുമ്പ്. അത് കഴിഞ്ഞ് വീണ്ടും കളക്ട് ചെയ്ത് വരുന്നുള്ളൂ ഞാൻ. പിന്നെ ഇതൊരു മൂസാണ്. ഇത് എന്താ പറയുക, എയർ പ്ലാന്റ് ആണത്. ഇതിനൊന്നും വേണ്ട, അതങ്ങനെ വളരണം, അത് തന്നെ താഴേക്ക് വളരുള്ളത്. പിന്നെ ഇതൊക്കെ ഡെൻഡ്രോബിയത്തിൻ്റെ ഡിഫറെൻറ്റ് വെറൈറ്റീസാണ്. ഒക്കെ മിനിച്ചർ വെറൈറ്റി ഉണ്ട്.
ഇതെല്ലാം ഫ്ലവറായി വരണം. ഇപ്പോൾ അത് പ്ലാന്റ് ചെയ്തിട്ടുള്ളൂ. ഇവിടെയൊക്കെ ചട്ടിയിലായിരുന്നു. ഇപ്പോൾ അങ്ങനെ തോന്നിയപ്പോൾ അങ്ങനെ ഇങ്ങനെയാക്കിയതാണ്. പിന്നെ ഇതിലൊക്കെ ലൈറ്റ് കൊടുത്തേക്കുന്നതുകൊണ്ട് ഇതൊക്കെ നൈറ്റ് ലൈറ്റൊക്കെ ഇട്ട് വരുമ്പോൾ ഒരു ഭയങ്കര ഒരു ആംബിയൻസാണ്. അത് കാണാനും ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾക്ക്. ഇത് വീടിൻ്റെ ഒരു സൈഡാണ്. ഇത് ടുഡേ ടുമാറോ യെസ്റ്റർഡേ, ഇത് 3 കളറാണ് ഫ്ലവേഴ്സ് ഉണ്ടാവണേ. ഇവിടെ ആണെങ്കിൽ ചെത്തികളാണ്. ഈ സൈഡിൽ ഞാൻ ബോൾ പോലെ വെട്ടി വെച്ചേക്കാണ്. കൊല്ലത്തിലൊരിക്കൽ വെട്ടാൻ വരും ഒരാൾ. പിന്നെ എല്ലാം ഡ്രീം ചെയ്യുന്നത് ഞാൻ തന്നെയാണ്. പിന്നെ ഇതിൻ്റെ മുകളിലാണെങ്കിൽ ഞാൻ ചട്ടിയിൽ തൂക്കിയിട്ടേക്കാണ് ബൊഗൺവില്ല. ഇപ്പം ഇത്തിരി ഫ്ലവർ കുറവാണ്, പക്ഷേ നന്നായിട്ട് ഫ്ലവർ ഉണ്ടായിരുന്നു. മഴ പെയ്തപ്പോൾ പോയത് അതെല്ലാം. ഈ ചെത്തികൾ ഈ ഇല കാണില്ല, ഇല കാണാതെ പൂക്കും. ഇപ്പോൾ ദേ വരുന്നുള്ളൂ ഫ്ലവേഴ്സ് വീണ്ടും. അങ്ങനെ ഈ ചെത്തികൾ പൂത്ത് കഴിഞ്ഞൊരു ഭയങ്കര ഭംഗിയാണ്. ഇത് ചെത്തികളുടെ പൂക്കൾ നിറഞ്ഞു നിന്ന് ഇലയില്ലാത്തോണം പൂക്കും. എൻ്റെ ടൈം കളയുന്നത് മുഴുവൻ ഞാൻ ഈ ഗാർഡനിലാണ്. ഞാൻ പറയണ എല്ലാ അമ്മമാരും ഈ എന്താ പറയുക ഗാർഡനിങ്ങിലേക്ക് വരണം എന്ന് തന്നെ ഞാൻ പറയുള്ളൂ. പിന്നെ എനിക്ക് സെയിലൊന്നുമില്ല. സെയില് ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ അതിപ്പോൾ എനിക്ക് കാണാനാണ് ഞാൻ അധികവും ഇഷ്ടപ്പെടുന്ന പൂക്കളെ. അതുകൊണ്ട് സെയിലിനൊന്നും എനിക്ക് ടൈം കിട്ടിയിട്ടില്ല. ചെയ്യില്ല എന്ന് ഞാൻ പറയുന്നില്ല. ചിലപ്പോൾ ഇനി ഭാവിയിൽ ചെയ്തേക്കാം, അറിയില്ല എങ്ങനെയാ. പ്രിയരെ, കടുകുമണിയുടെ വീഡിയോകൾ ഇഷ്ടമായാൽ കൂടെ ഉണ്ടാവുന്നു.